PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ആണ് എടുക്കുന്നത്. ഫസ്റ്റ് 2 പാഠം നമ്മൾ എടുക്കും അല്ലെ. എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് പാഠം നമ്മൾ എന്താണ്, തരുൺ എന്ന് പറഞ്ഞ അത്ലറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രചോദനം കൊടുക്കുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാഠമായിരുന്നു അല്ലെ. തരുൺ ഹി ഫെയിൽഡ് ഇൻ ദ റേസ്. ശരിക്കും അവൻ റേസിൽ പരാജയപ്പെട്ടു അല്ലെ. പക്ഷെ അവൻ എന്താ ചെയ്തത്, രാംനാരായൺ സർ അവൻ എന്ത് ചെയ്തു, ഹി ടേക്ക് ഹിം ആസ് ഹിസ് അവന്റെ കോച്ചായിട്ട് രാംനാരായൺ സാർ വരികയാണ്. രാംനാരായൺ സാർ പറയുന്നത്, യു വൺ ദ റേസ് ഓഫ് ദ ലൈഫ്, റിയൽ ലൈഫ് റേസ് ആണ് നിങ്ങൾ ജയിച്ചത്. അതുകൊണ്ട് ഈ ഓട്ടത്തില് ഈ റേസിൽ നീ പരാജയപ്പെട്ടാലും കുഴപ്പമില്ല. അവനൊരു പ്രചോദനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ, നമ്മുടെ സെക്കൻഡ് ലെസൺ സച്ചിനെ കുറിച്ചായിരുന്നു. നമ്മുടെ സച്ചിനെ കുറിച്ച് നമുക്കറിയാം, ഹി വാസ് എ ലെജൻഡ് ആയിട്ടുള്ള സച്ചിനെ കുറിച്ച്. സച്ചിൻ എങ്ങനെയാണ് സച്ചിൻ കളിച്ച് വന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ 2 പാഠവും ഒരു അത്ലറ്റ്സിന് നല്ലൊരു പ്രചോദനം കിട്ടുന്ന പാഠങ്ങളാണ്. ഈ മൂന്നാമത്തതും ഒരു പോയമാണ്. ഈ പോയം ബാങ് ദ ഡ്രം. ബാങ് ദ ഡ്രം എന്ന് പറയുന്ന പോയം, ബാങ് ദ ഡ്രം, ഡ്രം കൊട്ടാൻ ആരാ എഴുതിയത്? ഇറ്റ് വാസ് ദ ബ്രയൻ ആഡംസ് ആൻഡ് നെല്ലി ഫർട്ടാഡോ. ബ്രയൻ ആഡംസും നെല്ലി ഫർട്ടാഡോ രണ്ടുപേരും കനേഡിയൻ പോയറ്റ്സ് ആണ്. ഈ കനേഡിയൻ പോയറ്റ്സ് അവര് എന്തിനു വേണ്ടി, ഇതൊരു പാട്ടാണ്, ഒരു മ്യൂസിക് ആണ് അവർ നടത്തിയത്. അത് എന്തിനു വേണ്ടിയിട്ട് ഇറ്റ് വാസ് എ ഓപ്പണിംഗ് സെറിമണിക്ക് വേണ്ടി പാടിയ ഒരു പാട്ടാണെന്ന്. ബ്രയൻ ആഡംസും നെല്ലി ഫർട്ടാഡോയും ഒരു ഓപ്പണിംഗ് സെറിമണി ഓഫ് 2010 ഒളിമ്പിക്സ് എവിടെയായിരുന്നു? കാനഡയിലായിരുന്നു. കാനഡയില് 2010 ഒളിമ്പിക്സ് നടക്കണേ. ആ ഒളിമ്പിക്സിന്റെ ഓപ്പണിംഗ് സീനിലെ പാട്ടാണ് ഇത്. ആര് പാടിയതാണ്? ബ്രയൻ ആഡംസും നെല്ലി ഫർട്ടാഡോയും. ഇവർ രണ്ടുപേരും കൂടി ആ ഓപ്പണിംഗ് സോങ് പാടുകയാണ്. ഓപ്പണിംഗ് സോങ് പാടുന്ന സമയത്ത് ഒളിമ്പിക്സിന്റെ ആണ്. ഒളിമ്പിക്സിലെ കുറെ അത്ലറ്റ്സ് ആണ് വരുന്നത് അല്ലെ. അവർക്കൊക്കെ പ്രചോദനം കൊടുക്കാൻ, അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന, അവർക്കൊക്കെ ഒരു എൻകറേജ്മെന്റ് കൊടുക്കാനായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ഒരു പാട്ടാണിത്. അപ്പൊ നോക്കാം നമുക്ക്. ബാങ് ദ ഡ്രം. ഇൻട്രൊഡക്ഷൻ നോക്കാം. മോഡേൺ ഒളിമ്പിക് മോട്ടോ. എന്താണ് ഒളിമ്പിക്കിന്റെ മോട്ടോ എന്താണെന്നാണ്. ദ മോട്ടോ ഓഫ് ദ മോഡേൺ ഒളിമ്പിക്സ് ഈസ് sit years, at years, 40 years. 3 വാക്കുകൾ. ഇറ്റ് വാസ് എ ലാറ്റിൻ വേർഡ്സ് ആണ്. sit years, at years, 40 years. That is faster, higher and stronger. These are the 3 motto of the Olympic. ഒളിമ്പിക്കിന്റെ മോട്ടോ ആയിട്ടുള്ള 3 വാക്കുകളാണ് faster, higher, stronger. എല്ലാവരും പറയുന്നത് കുറച്ചുകൂടി faster, ഓടുന്ന സ്പീഡില്, higher, ഉയരങ്ങളിലേക്ക് ചാടണം, സ്ട്രോങ്ങർ, ശക്തരാകണമെന്ന്. Now how does the self belief drive an athlete to reach the zenith of his glory? നമുക്കൊരു എന്ത് വേണം, നമുക്ക് ഒരു സെൽഫ് ബിലീഫ്, ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഏതൊരു കലാകാരനായാലും, ഏതൊരു അത്ലറ്റ്സ് ആയാലും, ആർട്ടിസ്റ്റിന്റെ കാര്യത്തിലായാലും, അല്ലെങ്കിൽ ഈവൻ ഇപ്പൊ നമ്മളൊരു ചെറിയ കുട്ടിയാണെങ്കിലും, സാധാരണ ചെറിയ കുട്ടി, ആത്മവിശ്വാസം നമ്മൾ വർദ്ധിപ്പിക്കാൻ നോക്കണം. എങ്കിലാണ് ഇപ്പൊ പഠിത്തത്തിന്റെ കാര്യത്തിലും നിനക്കൊന്നിനും കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മളൊരു കുട്ടിയെ നിരുത്സാഹപ്പെടുത്തിയാൽ അവന് ഒന്നും കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അവൻ തന്നെ വിചാരിക്കുകയാണ് എനിക്കൊന്നും കഴിയില്ല, എനിക്കൊന്നും പഠിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടിക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. എപ്പോഴും വേണം എന്ത്? ആത്മവിശ്വാസം, സെൽഫ് ബിലീഫ്. എനിക്കത് കഴിയും. എത്ര ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആയാലും നമ്മൾ വിചാരിച്ചു നോക്കിക്കേ, എനിക്ക് സാധിക്കും എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്താലും എനിക്ക് സാധിക്കും, അത് ഉറപ്പാണ്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാം. നിങ്ങൾക്ക് എന്ത് സാധനം പറ്റാത്ത കാര്യങ്ങളല്ല കേട്ടോ. വലിയ വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകരുത്, ചെറിയ കാര്യങ്ങൾ. ഇപ്പൊ ഒരു കുട്ടി പഠിക്കാനുള്ള കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ തുന്നണ കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ചെയ്യേണ്ട കാര്യം, ഒന്ന് ഓടാനുള്ള കാര്യം, നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. നിങ്ങൾക്ക് കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ നിങ്ങൾ ചെയ്താൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഈ പോയത്തിൽ കൂടെ നമുക്കൊരു ഇൻസ്പിറേഷൻ തരുന്നത്. നോക്കാം. ബാങ് ദ ഡ്രം. ഡ്രം എന്താണെന്നറിയാം എല്ലാവർക്കും അല്ലെ. ഡ്രം കൊട്ടലാണ് ഇവിടെ. എന്നുവെച്ചാൽ ഉറക്ക ഡ്രം കൊട്ടുന്നതിനടുത്ത് ബ്രയൻ ആഡംസും നെല്ലി ഫർട്ടാഡോയും കൂടി നിന്ന് പാടിയ ഈ ഓപ്പണിംഗ് സോങ് ആണ്. അതിൽ പറയാണ് എന്താണ് പോയം നോക്കാം. ഇതില് ഒരു ഇതുമില്ല കേട്ടോ. എന്നുവെച്ചാൽ വളരെ കുറച്ച് ലൈൻസ് ഉള്ളൂ, പിന്നെയൊക്കെ റിപ്പീറ്റേഷൻ ആണ്. പോയത്തിൽ എപ്പോഴും റിപ്പീറ്റേഷൻ വരുന്നത്. ആ പോയത്തിലെ അലിട്രേഷൻ പോയം എടുക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കണം, അതിൽ ഫിഗർ ഓഫ് സ്പീച്ച് കുറെ വരുന്നുണ്ട് കേട്ടോ. അതിലെ അലിട്രേഷൻ വരുന്നുണ്ട്, പിന്നെ എന്തൊക്കെ നോക്കാം കേട്ടോ. ഇമേജസ് ഒക്കെ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. പോയം തുടങ്ങാം. ബാങ് ദ ഡ്രം.
You and I together, we reach for the sky. It is not about winning, it's all about playing the game from the east, from the west, each of us trying our best, chasing a dream, burning to follow the flame. എന്താ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പറഞ്ഞേ? എപ്പോഴും ഒളിമ്പിക്സിന്റെ കളിയാണ് നടക്കുന്നത് അല്ലെ. അപ്പോ ആ കുട്ടികളെ, ആ അത്ലറ്റ്സിനെ, അവിടെ പങ്കെടുക്കാൻ വന്ന എല്ലാ പാർട്ടിസിപ്പൻസിനെയും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുള്ളൂ. അപ്പൊ പറയണേ യു ആൻഡ് ഐ, യു നിങ്ങളും ഞാനും. ബ്രയനും നെലിഫറ്റാട്ടി കൂടി പാടാണ് നിങ്ങളും ഞാനും. എന്താണ്? ടുഗദർ വി, നമ്മളെല്ലാവരും ഒരുമിച്ച് റീച്ച് ഫോർ ദ സ്കൈ. ഇങ്ങോട്ടാണ് നമ്മൾ എത്തുന്നത്. റീച്ച് ഫോർ ദ സ്കൈ നമ്മൾ എപ്പോഴും പറയും, ഒരു ചൊല്ലുണ്ട്, ആകാശത്തോളം ആശിക്കാൻ. അപ്പോഴാണ് നമുക്ക് കുറച്ചെങ്കിലും കിട്ടുള്ളൂ അല്ലെ. റീച്ച് ഫോർ ദ സ്കൈ. നമ്മൾ എനിക്ക് ഇത്ര മതി, എനിക്ക് ഇത്ര മതി, എനിക്ക് ഇത്ര മാർക്ക് മതി, എനിക്ക് ജസ്റ്റ് പാസ് മതി എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ പഠിച്ചാലാണ് നമ്മൾ പാസ്സാവുക. ഇത്രയും പഠിച്ചാൽ മതി എന്ന് പറയുന്നില്ല. അപ്പൊ അതിന് പറയുന്നത് ടുഗദർ വി റീച്ച് ഫോർ ദ സ്കൈ. ഇറ്റ്സ് നോട്ട് അബൌട്ട് വിന്നിങ്, ജയിക്കുക എന്നല്ല നമ്മുടെ ഉദ്ദേശം. ഇറ്റ്സ് ഓൾ അബൌട്ട് പ്ലേയിങ് ദ ഗെയിം. ഇവിടെ കളിക്ക് വന്ന എല്ലാവരോടും പറയാണ് നിങ്ങൾ ആകാശത്തോളം പ്രതീക്ഷ വെച്ചോളാൻ. എന്താ പ്രതീക്ഷ വെക്കേണ്ടത്? ഇറ്റ് ഈസ് നോട്ട് ഫോർ വിന്നിങ്. വന്ന എല്ലാവരും ഒരു മത്സരത്തിൽ എല്ലാവർക്കും ജയിക്കാൻ പറ്റുമോ? അങ്ങനെ ആശിക്കരുത് എന്ന്. ഇറ്റ്സ് നോട്ട് അബൌട്ട് എനിക്ക് ഫസ്റ്റ് ആണെന്നല്ല ആശിക്കേണ്ടത്. പക്ഷെ എന്താ ചെയ്യേണ്ടത്? പഠിക്കണ നിങ്ങൾ എന്താ ആശിക്കേണ്ടത്? എനിക്ക് ഫസ്റ്റ് ആണെന്നല്ല, ഐ വോണ്ട് ടു ട്രൈ മൈ ബെസ്റ്റ്, എന്റെ ബെസ്റ്റ്, എനിക്ക് പറ്റാവുന്നതിന്റെ മാക്സിമം. ഇറ്റ്സ് ഓൾ അബൌട്ട് പ്ലേയിങ് ദ ഗെയിം. ഗെയിം നമ്മൾ കളിക്കണം. എനിക്ക് ഫസ്റ്റ് ആണെന്നല്ല, ഗെയിം എനിക്ക് നന്നായിട്ട് കളിക്കണം. ഫ്രം ദ ഈസ്റ്റ്, എവിടെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്? ഫ്രം ദ ഈസ്റ്റിൽ നിന്ന്, വെസ്റ്റിൽ നിന്ന്, ഈച്ച് ഓഫ് എസ് ട്രൈയിങ് അവർ ബെസ്റ്റ്. അങ്ങനെ ഈസ്റ്റിൽ നിന്നും വെസ്റ്റിൽ നിന്നും ഒക്കെ വന്ന നമ്മള് ട്രൈയിങ് അവർ ബെസ്റ്റ്, നമ്മുടെ ബെസ്റ്റ്. നമുക്ക് എത്ര പറ്റും അത്രയും നമ്മൾ ശ്രമിക്കാം. ചേസിങ് എ ഡ്രീം. നമ്മൾ എന്താണ് ചേസ് ചെയ്യാ? ഫോളോ, പിന്തുടരണം. എ ഡ്രീം, ഒരു സ്വപ്നം നമുക്ക് ഉണ്ടാവണം. ബേണിംഗ് ടു ഫോളോ ദ ഫ്ലെയിം. എന്ത് സ്വപ്നം? ബേണിംഗ്, കത്തണം. എന്താണ്? ടു ഫോളോ ദ ഫ്ലെയിം. ഫോളോ ദ ഫ്ലെയിം, ദാറ്റ് സ്ട്രോങ് ഫീലിംഗ്. അവിടെ നോക്കിയേ, എന്താ ഫിഗർ ഓഫ് സ്പീച്ച് കണ്ടോ? ഫോളോ ദ ഫ്ലെയിം. അലിറ്ററേഷൻ എല്ലാവർക്കും അറിയില്ല അലിറ്ററേഷൻ എന്താണെന്ന്. ഒരു അലിറ്ററേഷൻ എപ്പോഴും ഞാൻ പറഞ്ഞ പോയത്തിൽ നമ്മൾ അലിറ്ററേഷൻ കഴിഞ്ഞൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഇല്ലേ? എന്തായിരുന്നു അലിറ്ററേഷൻ? എന്താ അലിറ്ററേഷൻ? റിപ്പീറ്റേഷൻ ഓഫ് ദ ഏത് സൗണ്ട്സ് ആ? കോൺസണന്റ് സൗണ്ട്സ്. എന്താ കോൺസണന്റ് സൗണ്ട്സ്? കോൺസണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റില് വവൽസ് ഒഴിച്ച്, വവൽസ് എത്രയുണ്ട്? എനിക്ക് വവൽസ് എ ഇ ഐ ഒ യു, അത് ഒഴിച്ച് ബാക്കി എല്ലാം കോൺസണൻസ് ആണ്. ഈ കോൺസണൻസ് ആവർത്തിച്ച് വരുന്നുണ്ടോ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അലിട്രേഷൻ എഴുതാൻ പറ്റും. ഇപ്പൊ അലിട്രേഷൻ എടുത്ത് എഴുതാൻ പറയുന്നത് ബൈഹാർട്ടൊന്നും പഠിക്കരുത്. അലിട്രേഷൻ ഈ വാക്കുകളല്ല. അലിട്രേഷൻ ഒരു സ്റ്റാൻസ തന്നാൽ അതിന് നിങ്ങൾ കണ്ടുപിടിക്കാൻ അറിയണം. ഇവിടെ നോക്കിയാൽ ഫോളോ ദ ഫ്ലെയിം കണ്ടോ? എഫ് 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 കോൺസണന്റ് അല്ലേ? എഫ് ആവർത്തിച്ചു വന്നിരിക്കണം കണ്ടോ? ഫോളോ ദ ഫ്ലെയിം. അല്ലെങ്കിൽ ചിലപ്പോ 3 വാക്കുണ്ടാവും. ഫോളോ എഫ്, ഫോളോ ദ ഫ്ലെയിം, പിന്നെ എഫ് വേറെ ഏതെങ്കിലും ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അതാണ് അലിട്രേഷൻ. ഒന്നിൽ കൂടുതൽ വാക്കുകൾ. ഫോളോ പിന്നെ ഫ്ലെയിം കണ്ടോ? ബേണിംഗ് ടു ഫോളോ ദ ഫ്ലെയിം, അത് അലിട്രേഷൻ ആണ് കേട്ടോ. അടുത്ത സ്റ്റാൻസ. ബാങ് ദ ഡ്രം എ ലിറ്റിൽ ലൗഡർ. ബാങ് ദ ഡ്രം എ ലിറ്റിൽ ലൗഡർ. കുറച്ച് ലൗഡർ, ലൗഡർ ഉറക്കെ. ബാങ് ദ ഡ്രം എ ലിറ്റിൽ ലൗഡർ. ഒന്ന് ഉറക്കെ കൊട്ടാൻ. ഇവിടെ നിന്നിട്ട് അവർ പാട്ട് പാടാണ്. അവർ ഓപ്പണിംഗ് സീനാണ്. അവിടെ എന്താണ് ഓപ്പണിംഗ് സീനിൽ എന്തുണ്ടാവും? ഡ്രംസ് കൊട്ടില് ഡാൻസ് കളിക്കുന്നവർ ഡാൻസ് കളിക്കണം, പാട്ട് പാടുന്നവർ പാട്ട് പാടുന്ന. ഇങ്ങനെ ഓപ്പണിംഗ് സീൻ എപ്പോഴും നമ്മൾ ഏത് ഗെയിമിന്റെയും ഓപ്പണിംഗ് സീൻ കണ്ടിട്ടില്ലേ? നിങ്ങൾ ടിവിയിലൊക്കെ കണ്ടിട്ടില്ലേ? ടിവിയിലൊക്കെ നമ്മൾ എപ്പോഴും കാണില്ല ഏതെങ്കിലും ഒരു ഇതിന്റെ ഇപ്പൊ ഒളിമ്പിക്സിന്റെ ആ ഓപ്പണിംഗ് സീനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇവരിവിടെ ഓപ്പണിംഗ് സോങ് തുടങ്ങാണ്. എന്നിട്ട് ഇവർ പറയുന്നത് കൊട്ടിക്കോ, നിങ്ങൾ ഉറക്ക കൊട്ടാൻ. ബാങ് ദ ഡ്രം എ ലിറ്റിൽ ലൗഡർ. കുറച്ചുകൂടി ഉറക്ക കൊട്ട്. എന്തിനു വേണ്ടിട്ടാ? ഞങ്ങൾക്ക് കേൾക്കാനല്ല. സോ ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ. ലോകം മുഴുവനും കേൾക്കണം. ഇവിടെ ഒളിമ്പിക്സ് നടക്കുന്നുണ്ടെന്ന് ലോകം മുഴുവൻ കേൾക്കട്ടെ. നിങ്ങൾ ഉറക്കെ കൊട്ടാൻ. ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ. സിംഗ് ദ സോങ് എ ലിറ്റിൽ ലൗഡർ. ഈ പാട്ടുകാരോട് പറയാണ്. അപ്പൊ ഇവിടെ ഇവരെന്താണ് പറയുന്നത്? ഡ്രം കൊട്ടുന്നവരോട് പറയാണ് ബാങ് ദ ഡ്രം എ ലിറ്റിൽ ലൗഡർ. ഹിറ്റ് വിത്ത് എ ലൗഡ് നോയ്സ്. ഉറക്കെ കൊട്ടിക്കൊള്ളാൻ. എന്തിനു വേണ്ടിയിട്ടാണ്? സോ ദ വേൾഡ്
whole world can hear and the whole world can hear. Alliteration വന്നതാണോ? കിട്ടിയതായിരിക്കും. എന്താണ്? whole world. കണ്ടോ? whole world. പിന്നത്തെ ലൈനിൽ whole world. whole in the HW. world in the W. കണ്ടോ? WW. ആവർത്തിച്ചു വന്നേക്കണം. whole world. Alliteration ആണ് കേട്ടോ. ഇനി sings. song പാട്ട് പാടുന്നവരോട് sing a song little louder. നിങ്ങൾ ഉറക്കൊന്ന് പാട്. നിങ്ങൾ ഇങ്ങനെ പാടിയ പോലെ ഉറക്കെ പാട്. സോ ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ. അപ്പൊ എന്ത് സംഭവിക്കും? ഹോൾ വേൾഡ്, ലോകത്തിന് മുഴുവൻ കേൾക്കാൻ പറ്റും. ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ. അവിടെയോ ദ ഹോൾ വേൾഡ്. ആലിട്രേഷൻ. അപ്പൊ ഈ സ്റ്റാൻസിൽ രണ്ട് കാര്യമാണ് പറയുന്നത്. ആരോട്? രണ്ടുപേരോടാ. ആരോട്? രണ്ടുപേരോടാ? ഡ്രംസ് കൊട്ടുന്നവരോട് പറയാണ് ബാങ് ദ ഡ്രം എ ലിറ്റിൽ ലൗഡർ. നിങ്ങൾ ഒന്നും കൂടി ഉറക്കെ കൊട്ടിക്കോളാം. കാരണം എന്താ? ദ ഹോൾ വേൾഡിന് കേൾക്കണം, ലോകം മുഴുവൻ കേൾക്കണം. നിങ്ങൾ ഉറക്കെ കൊട്ടിക്കോ. അത് കഴിഞ്ഞ് അടുത്തത് പിന്നെ ആരോടാ പറയണത്? പാട്ട് പാടുന്നവരോട് പറയണേ, സിംഗേഴ്സിനോട് പറയണേ സിംഗ് ദ സോങ് എ ലിറ്റിൽ ലൗഡർ. ഒന്നുകൂടി ഉറക്കെ പാടേ. ദ ഹോൾ വേൾഡ് വാണ്ട് ടു ഹിയർ. ലോകം മുഴുവനും കേൾക്കണം. ഫ്രം നിയർ, ഫ്രം ഫാർ, ഇറ്റ്സ് ക്ലിയർ. എന്താണ്? നമ്മുടെ ഇവിടേക്ക് ആളുകൾ വന്നിട്ടുണ്ട്. എവിടെയാണ്? ഫ്രം നിയർ. അടുത്തുള്ള കാനഡയിൽ നടക്കുന്ന കളി. അപ്പൊ പറയാണ് നമ്മുടെ ഇവിടെ അടുത്തുള്ള ആളുകൾ വന്നിട്ടുണ്ട്. ഫ്രം നിയർ, ഫ്രം ഫാർ. കുറെ അകലേന്ന് ഒളിമ്പിക്സ് കാണാൻ വന്നവരുണ്ട്. ഇറ്റ്സ് ക്ലിയർ. വെയറെവർ യു ആർ. നിങ്ങൾ എവിടെ നിന്നായാലും, കുറെ പേര് അടുത്തുനിന്നാണ്, കുറെ പേര് അകലേന്നാണ്, എവിടെ നിന്നായാലും ദിസ് ഈസ് യുവർ മൊമെന്റ്. ഇത് നിങ്ങളുടെ നിമിഷമാണ്. ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ കാനഡയിൽ ഒളിമ്പിക്സ് നടക്കുമ്പോൾ കാനഡയിലത്തെ ആളുകൾ മാത്രമല്ല, കാനഡയിലത്തെ ആളുകളുണ്ട്. പാർട്ടിസിപ്പൻസിനോട് പറയാണ് നിങ്ങൾ ഇവിടെ ഉള്ളവരുണ്ട്, ഫാർ അകലെ എന്നുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. പക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ എയിം, ലക്ഷ്യം എന്തായിരിക്കണം? ഇറ്റ് ഈസ് വെയറെവർ യു ആർ, ദിസ് ഈസ് യുവർ മൂമെന്റ്. നിങ്ങളുടെ മൂമെന്റ് ആണ്. ഇപ്പോ ഈ നിമിഷം നിങ്ങളുടെ കയ്യിലുണ്ട്. യുവർ ടൈം, നിങ്ങളുടെ സമയമാണ്. ടു റൺ ലൈക്ക് ദ വിൻഡ്. ഇതുപോലെ കാറ്റിനെ പോലെ പറന്ന് ഓടാനായിട്ട്, കാറ്റിനെ പോലെ, കാറ്റ് വീശുന്നത് പോലെ അത്ര ശക്തിയിൽ ഓടാനുള്ള ടൈം, സമയം നിങ്ങളുടെയാണ്. നിങ്ങൾ നോക്കി നിൽക്കരുത്, പകച്ചു നിൽക്കരുത്. സ്പീഡില്, വേഗത്തില് നിങ്ങൾ ഓടിക്കോ. കാരണം ഇത് നിങ്ങളുടെ സമയം. ഇപ്പൊ നിങ്ങളുടെ സമയമാണ്. ഈ സമയം കളഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സമയം കിട്ടില്ലാണ്. അപ്പൊ എന്തൊരു നല്ല പ്രചോദനം കൊടുക്കാണ് അല്ലെ? എല്ലാവരും ഒരു ഇൻസ്പിറേഷൻ ചെയ്യാണ്. ഇറ്റ് ഈസ് ക്ലിയർ വെയറെവർ യു ആർ. ഇറ്റ് ഈസ് ക്ലിയർ വെയറെവർ യു ആർ. നിങ്ങൾ എവിടെ നിന്നുള്ള ആളുകളായാലും, അടുത്തുനിന്നുള്ളവരായാലും അകലെ നിന്നുള്ളവരായാലും, യുവർ ടൈം ടു റൺ ലൈക്ക് ദ വിൻഡ്. നിങ്ങളുടെ ടൈം എന്താണ്? ഇപ്പോഴത്തെ നിങ്ങളുടെ സമയം എന്താണ്? റൺ ലൈക്ക് ദ വിൻഡ്, കാറ്റിനെ പോലെ. ഡ്രീം ബിഗ്. നിങ്ങൾ എന്ത് ചെയ്യാ? ചെറിയ കാര്യങ്ങൾ എപ്പോഴും സ്വപ്നം. നമ്മൾ കുട്ടികളോട് പറയും വലിയ വലിയ കാര്യങ്ങൾ സ്വപ്നം കാണാൻ. എന്താണ്? ചെറിയ കാര്യങ്ങൾ സ്വപ്നം നമ്മൾ കുട്ടികളോട് നല്ല കേട്ടോ. വലിയവരായാലും, നിങ്ങൾ വലിയവരായാലും, നിങ്ങളിപ്പോ വലുത് കുറെ നാൾ കഴിഞ്ഞാലും, വയസ്സായാലും, ഡ്രീം എപ്പോഴും എന്തായിരിക്കണം? ബിഗ് ആയിരിക്കണം. വലിയ കാര്യങ്ങളാണ് നമ്മൾ ഡ്രീം, സ്വപ്നം കാണാൻ പാടുള്ളൂ. കാരണം എന്താണ്? ചെറുത് കണ്ടു കഴിഞ്ഞാൽ, ചെറുത് കണ്ടാൽ നമ്മൾ അതിനേക്കാൾ താഴേക്ക് പോകും. വലുത് കണ്ടാലാണ് അതിന്റെ അടുത്ത് എത്താനായിട്ട് കുറച്ചെങ്കിലും. ഇപ്പൊ നിങ്ങൾ ഡ്രീം ചെയ്യാൻ, നിങ്ങൾ സ്കൂൾ ഫസ്റ്റ് ആവണമെന്ന് ഡ്രീം ചെയ്താൽ ചിലപ്പോ ക്ലാസ് ഫസ്റ്റ് എങ്കിലും ആവും അല്ലേ? അപ്പൊ ഡ്രീം എപ്പോഴും ബിഗ് ആയിരിക്കണം. എയിം ഹൈ. അതിന്റെ സെയിം മീനിങ്. എയിം ചെയ്യണത്, നിങ്ങൾ ലക്ഷ്യം, നിങ്ങളുടെ ലക്ഷ്യം ഹൈ, ഉയരങ്ങളിലായിരിക്കണം. ചെറിയ കാര്യങ്ങളാവരുത്. ചെറിയ കാര്യങ്ങൾ എന്നാൽ താഴേക്ക് പോകരുത്. എപ്പോഴും ഉയരങ്ങളിലേക്ക് നമ്മൾ എയിം ചെയ്താലാണ്, അതിന്റെ അടുത്തേക്ക് എത്താൻ നമ്മൾ ലക്ഷ്യമിട്ടാലാണ് പാതി വഴിയെങ്കിൽ നമ്മൾ എത്തും. ഈവൻ ബിലീവ് യു ക്യാൻ ഫ്ലൈ. നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഇപ്പോ യു ക്യാൻ ഫ്ലൈ, നിങ്ങൾക്ക് പറക്കാൻ പറ്റുമെന്ന് നിങ്ങളിപ്പോ വിശ്വസിച്ചു നോക്കി. ഓടാൻ പോകുന്ന ആളുകളോട് പാർട്ടിസിപ്പൻസിനെ എൻകറേജ് ചെയ്യുന്നതാണ് ഇവിടെ പറയാണ്. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? ഡ്രീം ബിഗ്. ഡ്രീം ചെയ്യും. വലിയ സ്വപ്നങ്ങൾ കാണാം, വലിയ ലക്ഷ്യങ്ങൾ. എയിം ദ ഹൈ, ഉയരങ്ങളിലേക്ക് ലക്ഷ്യമിട്. ഈവൻ ബിലീവ്, നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കി. യു ക്യാൻ ഫ്ലൈ, നിങ്ങൾക്ക് പറക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കി. ഗിവ് ഇറ്റ് യുവർ ഓൾ. ഗിവ് ഇറ്റ് യുവർ ഓൾ. എല്ലാം കൊടുക്ക്. യുവർ ഓൾ, നിങ്ങളുടെ കയ്യിലുള്ളത് എല്ലാം. എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ശക്തി മുഴുവനും വിട്ടങ്ങട് കൊടുക്കാൻ. നമ്മുടെ എല്ലാ ശക്തിയും പിടിച്ചു വെക്കേണ്ടാന്ന്. കയ്യിൽ കുറച്ച് ശക്തി ബാക്കി വെക്കണ്ട, കുറച്ച് നമ്മുടെ പവർ ബാക്കി വെക്കണ്ട, വിട്ടുകൊടുക്ക്. അതെല്ലാം കൊണ്ട് നിങ്ങൾ ഓട്. ഗിവ് ഇറ്റ് യുവർ ഓൾ. ലെറ്റ് ദ ഗെയിം ബിഗിൻ. ഗെയിം ബിഗിൻ ചെയ്യാൻ പോവാണ്. ലെറ്റ് ദ ഗെയിം ബിഗിൻ. ഗെയിം ബിഗിൻ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യണം? വാട്ട് എവർ യു ഹാവ്. ഇപ്പൊ നമ്മൾ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോ
എനിക്ക് കുറെ 10 ക്വസ്റ്റ്യൻസ് അറിയാമെങ്കിൽ പിടിച്ചു വെച്ചിട്ട് 5 ക്വസ്റ്റ്യൻ മാറ്റി വെച്ചിട്ട് 5 മാത്രം എഴുതാവുന്നുണ്ടോ? ഗിവ് ഇറ്റ് ഓൾ. നിങ്ങൾക്കറിയാവുന്ന എല്ലാം വിട്ടുകൊടുക്ക്, എല്ലാം ഉപയോഗിക്ക്. ഓട്ടക്കാരോട് പറയാണ്, ഓടാൻ നിൽക്കുന്ന മത്സരാർത്ഥികളോട്, എല്ലാ പാർട്ടിസിപ്പൻസിനോടും പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ഉപദേശിച്ചത്? എന്തൊക്കെയാണ് പറഞ്ഞേ? ഡ്രീം ഹൈ, ഡ്രീം ബിഗ്, എയിം ഹൈ, ബിലീവ് ദാറ്റ് യു ക്യാൻ ഫ്ലൈ. നിനക്ക് പറക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ. പിന്നെ ഗിവ് ഇറ്റ് ഓൾ. നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം, നിങ്ങളുടെ കഴിവ് മുഴുവനും വിട്ടുകൊടുക്ക്, നിങ്ങൾ ഓടിക്കൊള്ളാൻ. അടുത്ത സ്റ്റാൻസില് ബാങ് ദ ഡ്രം എ ലിറ്റിൽ ലൗഡർ. വീണ്ടും പറയണം. അപ്പൊ ഇത്രയും നേരം പറഞ്ഞത് ആരോടാ? പാർട്ടിസിപ്പൻസിനോട്. വീണ്ടും പറയാണ്, ഡ്രം കൊട്ടുന്നവരോട് പറയാണ്. റിപ്പീറ്റേഷൻ ആണ് കേട്ടോ. ഇങ്ങോട്ട് ബാങ് ദ ഡ്രം എ ലിറ്റിൽ ലൗഡർ സോ ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ. ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ പറഞ്ഞല്ലേ? ലോകം മുഴുവൻ കേൾക്കട്ടെ. ഉറക്കെ കൊട്ടാൻ. ജമ്പ് അപ്പ് എ ലിറ്റിൽ ഹയർ. വീണ്ടും പറയണം അവരോട്. എന്താണ്? മത്സരാർത്ഥികളോട് പാർട്ടിസിപ്പന്റ് ജമ്പ് അപ്പ് എ ലിറ്റിൽ ഹയർ. നിങ്ങൾക്ക് എത്ര ഉയരത്തിൽ സാധിക്കുമോ അതിനേക്കാൾ കുറച്ചും കൂടി ഉയരത്തിൽ, ഹയർ, കുറച്ചും കൂടി ഉയരത്തിൽ ചാടി. സോ ദ ഹോൾ വേൾഡ് ക്യാൻ സീ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യും? ഹോൾ വേൾഡ്, ലോകത്തിന് മുഴുവൻ കാണാൻ പറ്റും. സോ ദ ഹോൾ വേൾഡ് ക്യാൻ സീ. യാ മീൻസ് യു, നിങ്ങളെ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ഇപ്പൊ സാധിക്കുന്നേക്കാളും കുറച്ചും കൂടി ഉയരങ്ങളിലേക്ക് നിങ്ങൾ ചാട്. അപ്പൊ ലോകം മുഴുവൻ നിങ്ങളെ കാണും. നിങ്ങൾ ഫസ്റ്റ് ആവും, നിങ്ങൾ മത്സരം, നിങ്ങൾ ജയിക്കും. അപ്പൊ നിങ്ങളെ ലോകം മുഴുവൻ കാണും. ആൻഡ് ദ ഹോൾ വേൾഡ് ക്യാൻ സീ യു. സീ യാ മീൻസ് see you. Sing the song a little louder. പിന്നെ ഒക്കെ റിപ്പീറ്റേഷൻ ആണ് കേട്ടോ. See the song a little louder. ഒന്നും കൂടി ഉറക്കെ പാടാൻ. So the whole world can hear. ഉറക്കെ പാടി നിങ്ങളെ, കാരണം ലോകം മുഴുവൻ നിങ്ങളെ കേൾക്കട്ടെ. The whole world can hear. കേട്ടോ? റിപ്പീറ്റേഷൻ. ഈ റിപ്പീറ്റേഷൻ തന്നെ റിപ്പീറ്റേഷൻ ചെയ്യാൻ പാട്ടിന്റെ താളത്തിനനുസരിച്ച് വീണ്ടും വീണ്ടും നമ്മൾ പാട്ടുകൾ പാടുമ്പോ കേട്ടിട്ടില്ലേ? വീണ്ടും വീണ്ടും ആ ഈരടികൾ ആവർത്തിച്ച് വരുന്നത് എന്തിനാ? അതിന് നല്ലൊരു മ്യൂസിക്കൽ ടോൺ കിട്ടാൻ വേണ്ടി. ബാങ് ദ ഡ്രം എ ലിറ്റിൽ ലൗഡർ ഫോർ ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ യു. ദ ഹോൾ വേൾഡ് ടു ഹിയർ. ബാങ് ദ ഡ്രം എ ലിറ്റിൽ ലൗഡർ സോ ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ. സോ ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ. ശരിയോ? ആവർത്തിച്ച് തന്നെ പറയേണ്ടതാണ്. എന്താണ്? കൊട്ടിക്കോ, ഉറക്കെ കൊട്ടെ, ലോകം മുഴുവൻ നിങ്ങളെ കേൾക്കട്ടെ എന്ന്. Sing the song a little louder so the whole world can hear. ഈ രണ്ട് കാര്യം തന്നെ ഇതിൽ ആവർത്തിച്ച് പറയാണ്. ഡ്രംസ് കൊട്ടുന്നവരോട് പറയാണ്, നിങ്ങൾ ഉറക്കെ കൊട്ട്. പാട്ട് പാടുന്നവരോട് പറയാണ്, നിങ്ങൾ ഉറക്കെ പാട്. ലോകം മുഴുവൻ കേൾക്കട്ടെ നിങ്ങളുടെ പാട്ട് എന്ന്. The whole world can hear. Bang the drum. കണ്ടോ? റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ഇത് തന്നെ അവർ പാടുകയാണ് കുറെ നേരത്തേക്ക്. അപ്പൊ എന്താണ് ഈ പോയത്തിൽ കൂടെ ബ്രയൻ ആഡംസും നെല്ലി ഫർട്ടാഡും പറഞ്ഞത്? എന്താ അവര് പറയുന്നത്? കനേഡിയൻ പോയിറ്റ്സ് ആണ്. കാനഡയിലെ ഒളിമ്പിക്സ് നടക്കാണ്. എന്നാണ് 2010 ഒളിമ്പിക്സിന്റെ ഓപ്പണിംഗ് സീനിൽ വന്ന ഒരു ഓപ്പണിംഗ് സോങ് ആണിത്. അപ്പൊ എല്ലാ പാർട്ടിസിപ്പൻസിനെയും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വാക്കുകൾ അല്ലെ. എന്നുവെച്ചാൽ ഡ്രംസ് ബാങ്ക് ചെയ്യുന്നവരോട് പറയുന്നത് കൊട്ട്, ഉറക്ക കൊട്ട്, ലോകം മുഴുവൻ കേൾക്കട്ടെ. കാരണം അപ്പൊ നല്ലൊരു ഇൻസ്പിറേഷൻ കിട്ടില്ലേ മത്സരാർത്ഥികൾക്ക്? അതുപോലെ പാട്ട് പാടുന്നവർ പറയുന്നത്, നിങ്ങൾ ഉറക്ക പാട്, ലോകം മുഴുവൻ നിങ്ങളുടെ പാട്ട് കേൾക്കട്ടെ എന്ന്. അത് കഴിഞ്ഞ ശേഷം കുറച്ച് കാര്യങ്ങൾ മാത്രം പറയണത്. ബാക്കിയൊക്കെ റിപ്പീറ്റേഷൻ തന്നെയാണ് കേട്ടോ. മത്സരാർത്ഥികളോട്, പാർട്ടിസിപ്പൻസിനോട് കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പേജ് നമ്പർ 31 ഫസ്റ്റ് സ്റ്റാൻസ്. അതാണ് കുറച്ച് കാര്യങ്ങളായിട്ട് ഇവിടെ പറയുന്നുള്ളൂ. എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് യുവർ മൊമെന്റ്. നിങ്ങളുടെ മൊമെന്റ് ആണ്. ഫാർന്ന് അകലേന്ന് വന്നവരായാലും ഇവിടെ അടുത്തുനിന്ന് വന്നവരായാലും പാർട്ടിസിപ്പൻസിനോട് പറയാണ്, ഇറ്റ് ഈസ് യുവർ മൊമെന്റ്, ഇറ്റ് ഈസ് യുവർ ടൈം, ഇറ്റ് ഈസ് യു വാണ്ട് ടു റൺ. നിങ്ങൾ റൺ ചെയ്യേണ്ടതാണ്. ലൈക്ക് എ വിൻഡ്, കാറ്റിനെ പോലെ. കാറ്റ് വീശുന്ന അത്രയും സ്പീഡിൽ നിങ്ങൾ അവിടെ ഓടിക്കോ. നിങ്ങൾക്ക് അതിനുള്ള ശക്തിയുണ്ട്. നിങ്ങളുടെ സമയം നിങ്ങൾ ഉപയോഗിക്കുകയെന്ന്. പിന്നെയും കുറച്ച് കാര്യങ്ങൾ അവർക്ക് ഉപദേശം കൊടുക്കുന്നത്. ഡ്രീം ഹൈ. ഉയരങ്ങളിലേക്ക് നിങ്ങൾ സ്വപ്നം കാണണം. പിന്നെന്താണ്? ഡ്രീം ബിഗ്, വലിയ വലിയ കാര്യങ്ങൾ സ്വപ്നം കാണാം. എയിം ഹൈ, ഉയരങ്ങളിലേക്ക് ലക്ഷ്യമിടണം. ഈവൻ ബിലീവ് ദാറ്റ്, ഇതും കൂടി നമ്മൾ അങ്ങനത്തെ വിശ്വസിക്കണം അല്ലെ. നമ്മൾ ഇങ്ങനെ നിങ്ങൾ വിശ്വസിക്കണം, എനിക്ക് പറക്കാൻ സാധിക്കുന്നു വിശ്വസിച്ചു നോക്കിയേ. എന്നിട്ട് നിങ്ങൾ ഒന്ന് ഓടിയേ എന്ന് പറയുന്നത്. മത്സരാർത്ഥികൾ ഓടുമ്പോഴേക്കും എനിക്ക് വയ്യ, എനിക്ക് ഓടാൻ എത്താൻ പറ്റില്ല, എനിക്ക് ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തില്ല, ഞാൻ ഫസ്റ്റ് ആവില്ല, അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്തിങ്സും വേണ്ട. യു വാണ്ട് ടു ബിലീവ്. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾക്ക് പറക്കാൻ സാധിക്കുന്നു. ഓടാൻ സാധിക്കുന്നു അല്ല പറയണേട്ടോ, നിങ്ങൾക്ക് പറക്കാൻ സാധിക്കുന്നു. അതൊക്കെ അങ്ങറ്റം പ്രതീക്ഷിക്കാൻ.
പറക്കാൻ സാധിക്കും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് കഴിവുണ്ട്, ഓടിക്കോ എന്ന്. അത്രയും സ്പീഡില്, പറക്കുന്ന സ്പീഡിൽ നിങ്ങൾ ഓടിക്കോ. അതുപോലെ നിങ്ങൾ ചാടണം, കുറച്ചുകൂടി ഹൈറിലേക്ക് ചാടാൻ. ദെൻ the world can see you. ലോകം മുഴുവൻ നിങ്ങളെ കാണും. നിങ്ങൾ അത്രയും ടോപ്പിലെത്തും, നിങ്ങൾ അത്ര പ്രശസ്തിയിലെത്തും. നിങ്ങൾക്ക് എല്ലാവർക്കും ഉന്നതങ്ങളിലേക്ക് എത്താൻ സാധിക്കും. നല്ലൊരു മോട്ടിവേറ്റിംഗ് പോയമാണ്, എല്ലാവർക്കും ഇൻസ്പിറേഷൻ കൊടുക്കുന്ന നല്ലൊരു പോയമാണ്. ആരെഴുതിയതാണ്? ബ്രയൻ ആഡംസും നെല്ലി ഫർട്ടാഡോ കേട്ടോ. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് വീഡിയോ ഓഡിയോ ആയിട്ട് വിടാം. വാട്സാപ്പിൽ കൂടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അത് പഠിച്ചാൽ മതി. പിന്നെ ഇതിൽ നമുക്ക് കുറെ ഇതിൽ വരുന്നത് ഈ പോയതിൽ പിന്നെ വേറെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ.